8 വർഷം മുമ്പ് വരെ കൊച്ചിൻ കലാഭവനിൽ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്നത്. ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അന്ന് വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ, പ്രവർത്തന രീതികൾ മുഴുവൻ ആ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു. അദ്ദേഹം ആ ധ്യാനത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും, എൻ്റെ കർത്താവിന് വേണ്ടി പാടും. എനിക്ക് കർത്താവ് തന്ന ഗാനം ആലപിക്കാനുള്ള കൃപ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഗാന ശുശ്രൂഷയെ ഞാൻ ഉപയോഗിക്കും. 28 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എടുത്ത ആ തീരുമാനം കഴിഞ്ഞ 28 വർഷക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വ്യത്യസ്തമായ സ്റ്റേജുകളിൽ ഗാനം ആലപിക്കാനുള്ള തൻ്റെ കഴിവിനെ ഏറ്റവും മനോഹരമായി തൻ്റെ ജീവിതം മുഴുവനും ഒരു ദൈവസ്തുതിപ്പായി ഗാനാലാപനമായി മാറ്റിയ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനാണ് ഫ്രാൻസിസ് ഡിസൂസ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ 28 വർഷക്കാലത്തിൽ ഏതാണ്ട് നല്ലൊരു ശതമാനവും അദ്ദേഹം ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിലായിരുന്ന നാളുകളിലെല്ലാം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. വിദേശത്തായാലും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വ്യത്യസ്തമായ സ്ഥലങ്ങളിലായാലും അവിടെയൊക്കെ ധ്യാനത്തിന്, കൺവെൻഷന് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഏത് പരിമിതമായ സ്ഥലത്തും പരാതിയില്ലാതെ ആത്മാർത്ഥതയോടുകൂടി കിട്ടുന്ന ഏത് സൗകര്യത്തിലും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിച്ച ഒരു നല്ല മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുക. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നാളുകളിൽ കൂടെയുള്ളവരോട് യാതൊരു പരിഭവവും പരാതിയുമില്ലാതെ ആർക്കും എന്തും സഹായിക്കാനായിട്ട് സന്നദ്ധതയുള്ള ഒരു നല്ല മനസ്സിൻ്റെ, ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ. അദ്ദേഹം ശുശ്രൂഷയിൽ കാണിക്കുന്നതായ ആത്മാർത്ഥതയും വിശ്വസ്തതയും അതുപോലെ തൻ്റെ ജീവിത പങ്കാളിയോട് ഏറ്റവും നല്ലൊരു ഭർത്താവായി, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് എങ്ങനെയാണോ ഏറ്റവും നല്ല ഒരു ഭർത്താവാകുന്നത്, ആ ഭർത്താവിൻ്റെതായ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ജെസ്സിയോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് 100%. അവസാന നാളിൽ അദ്ദേഹം സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഈ രോഗം തന്നെ സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് എന്ന ഒരു ഉൾവിളി, ഒരു പ്രചോദനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, അച്ഛാ, എൻ്റെ ഭാര്യ ജെസ്സിയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ എനിക്കുള്ളൂ. അവൾ രോഗിയാണ്. ഇത്രയും നാൾ ഞാൻ എപ്പോഴും അവളുടേതായ കാര്യത്തിന് കുറവ് വരുത്താതെ ശുശ്രൂഷകളുടെ ഇടയിൽ എപ്പം അവസരം കിട്ടിയാലും അപ്പോഴൊക്കെ വീട്ടിൽ പോയി കാര്യം അന്വേഷിച്ച് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശുശ്രൂഷകൻ്റെ തിരക്കുകളൊന്നും വകവയ്ക്കാതെ ഓരോ കാര്യത്തിലും ശ്രദ്ധാപൂർവം പരിചരിച്ചിരുന്ന ഒരു ഭർത്താവായിരുന്നു. ഈ ജെസ്സി കഴിഞ്ഞ നാളുകളിൽ രോഗിണിയായിരുന്നു എങ്കിലും ഈ നാളുകളിൽ ഫ്രാൻസിസിനെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഭാര്യ ജെസ്സിക്ക് കൂടുതൽ ആരോഗ്യവും ശക്തിയും നൽകി. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് ദൈവത്തിൻ്റെ പരിപാലന. ദൈവം അത്രമാത്രം താൻ സ്നേഹിക്കുന്നവരെ, താൻ ശ്രദ്ധിക്കുന്നവരെ പരിചരിക്കുന്നു, അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവും അടയാളവുമാണ്
ഈ ദിവസങ്ങളിലെല്ലാം ആരോഗ്യം പൂർണ്ണമായിട്ടും വീണ്ടുകൊടുത്ത് ഫ്രാൻസിസിൻ്റെ പ്രിയ പത്നി ജെസിയെ ദൈവം പരിപാലിച്ചു എന്നുള്ളത്. ഫ്രാൻസിസ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ജെസിയെയും മക്കളെയും കാണാനായി ഞങ്ങൾ പോയപ്പോൾ ആ സഹോദരിയോട് ദൈവം ഫ്രാൻസിസിനെ സ്വർഗത്തിലേക്ക് വിളിക്കാനായിട്ടിടയായെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കരുത്. കാരണം 28 വർഷക്കാലം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് സന്തോഷിക്കണം. എന്തിനു വേണ്ടി? ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റും. ഞാൻ ജെസിയോട് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണം മൂലമുള്ള വേദന, ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം ഈശോ സന്തോഷമാക്കി മാറ്റും. എങ്ങനെ? സ്വർഗത്തിൽ ഈശോയുടെ മുഖം കണ്ട് ഇനി ആനന്ദിക്കുന്ന നാളുകൾ മാത്രമാണ് ഫ്രാൻസിസിൻ്റെ ആത്മാവിൽ. അപ്പോൾ ഫ്രാൻസിസ് ഏറ്റവും കൂടുതൽ ആ സ്വർഗീയ ആനന്ദം ഈശോയിൽ നിന്ന് വർഷിക്കാനായിട്ട് അത് ജെസിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ജെസിയുടെ മുഖം നോക്കി. ഭർത്താവ് മരിച്ചതിൻ്റെ വേദന ഉള്ളിലുണ്ടെങ്കിലും മുഖത്ത് ആ ഒരു സ്വർഗീയമായ ചൈതന്യത്തിൻ്റെ പ്രഭയുണ്ട്. അതെ, ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20, ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. എന്നാൽ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേകം വാസസ്ഥലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസിന് വേണ്ടി ദൈവം ഒരുക്കിയ ആ ഭവനത്തിൻ്റെ പണി കർത്താവ് പൂർത്തിയാക്കി. ഈശോ വന്നു ഫ്രാൻസിസിനെയും കൂട്ടിക്കൊണ്ടുപോയി. ഇനി എന്നും ഈശോയോടൊപ്പമാണ് ഫ്രാൻസിസ്. ഈശോയോടൊപ്പം എന്നും ഫ്രാൻസിസ് ആയിരിക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ ഭാര്യയ്ക്ക് ഈശോയോടൊപ്പമായിരിക്കുന്ന ഫ്രാൻസിസിനെ ഓർത്ത് ദുഃഖിക്കാൻ പറ്റിയല്ല, വേദനിക്കാൻ പറ്റിയല്ല. ഈശോ പറഞ്ഞില്ലേ, ദുഃഖമെല്ലാം സന്തോഷമാക്കി മാറ്റുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ മനുഷ്യ വ്യക്തിയുടെ ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിക്കാൻ സാധിക്കുകയില്ല. ഈശോയുടെ കൂടെ ആയിരിക്കുകയാണെങ്കിൽ ഈശോ മറ്റാരേക്കാൾ അധികമായിട്ട് കൂടെ ആയിരിക്കുന്ന ഫ്രാൻസിസിൻ്റെ ഭാര്യ ജെസിക്ക് മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, വേദനകളെല്ലാം മാറ്റി സന്തോഷിക്കും. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസിന് 3 പെൺമക്കളും 2 ആൺമക്കളാണ് ഉള്ളത്. ഈ പെൺമക്കളോട് നിങ്ങൾ സംസാരിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഡാഡിയെ ഒരു ഡാഡിയായിട്ടല്ല, മറിച്ച് ഡാഡി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു. പ്രിൻസി ആയാലും കാതറിനായാലും സിൻഡ്രയായാലും ഈ മക്കളുടെ കാര്യത്തിൽ ഫ്രാൻസിസിന് ഒത്തിരിയേറെ സ്നേഹവും ഒത്തിരിയേറെ വാത്സല്യവും ഒത്തിരിയേറെ താല്പര്യവും ഉണ്ടായിരുന്നു. മക്കളെ എല്ലാ കാര്യത്തിലും ചേർത്ത് പിടിച്ച ഒരു നല്ല അപ്പൻ. മക്കൾക്ക് എങ്ങനെയാണ് ഒരു നല്ല അപ്പനാകേണ്ടത് എന്ന് ശുശ്രൂഷകളുടെ തിരക്കിനിടയിലും ഫ്രാൻസിസ് കാണിച്ചു കൊടുത്തു. അതാണ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ്റെ ജീവിതം. ആ ജീവിതം ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടാകാതെ എപ്പോഴെല്ലാം ഒരു ഭർത്താവിൻ്റെ, ഒരപ്പൻ്റെ സ്നേഹവും വാത്സല്യവും ഭാര്യയ്ക്കും മക്കൾക്കും വേണോ, അപ്പോഴെല്ലാം ദൈവം ഫ്രാൻസിസിലൂടെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. വളരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചു, വലിയവരാക്കി. ഇളയ മകൾ സെൻട്രല UK-ൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മകളുടെ കാര്യത്തിലും ഫ്രാൻസിസ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു. 2 ആൺമക്കൾ ഫ്രാങ്ക്ലിൻ, മിഷേൽ, ഇവർക്കും പഠിക്കുന്നതിനായും ജോലി ലഭിക്കുന്നതിനായും എപ്പോഴെല്ലാം ആവശ്യമാണോ അവിടെയെല്ലാം ഫ്രാൻസിസ് ആ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു. തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ മാത്രമല്ല ഫ്രാൻസിസ് ശ്രദ്ധിക്കുക, തൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ ആവശ്യം വന്നാൽ, മറ്റ് രോഗികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും സഹായം വന്നാൽ ഫ്രാൻസിസ് തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കുകയില്ല, മറിച്ച് ചോദിക്കുന്നതിനേക്കാൾ തൻ്റെ സഹപ്രവർത്തകർക്ക്, പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരാവശ്യം വന്നാൽ അവിടെ സഹായിക്കാനായിട്ട്
മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കാനായിട്ട് അത്രമാത്രം ശ്രദ്ധയും താല്പര്യവും കാണിച്ചിരുന്ന ഒരു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷകനായിരുന്നു ഫ്രാൻസിസ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാളം സ്റ്റേജിലും ഇംഗ്ലീഷ് സ്റ്റേജിലും തമിഴ് കന്നഡ സ്റ്റേജുകളിലും നിറഞ്ഞു നിന്ന ഒരാത്മാർത്ഥതയുള്ള ദൈവ ശുശ്രൂഷകൻ, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നപ്പോൾ കഴിഞ്ഞ 28 വർഷക്കാലം ലോകത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ദൈവം നൽകിയ ഈ കഴിവ് പാടി സ്തുതിച്ച് അനേകരെ പാടി സ്തുതിപ്പിക്കുന്നതിലേക്ക് ഉയർത്തി. അങ്ങനെ ഫ്രാൻസിസിൻ്റെ ശുശ്രൂഷയിലൂടെ മാനസാന്തരത്തിൻ്റെ, രക്ഷയുടെ, സൗഖ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഫലങ്ങൾ ഒത്തിരിയേറെ ജനത്തിന് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഒരു ഗാനശുശ്രൂഷ മാത്രമല്ല, ഗാനങ്ങളെ രചിക്കുകയും അതുപോലെ തന്നെ അതിനെ ട്യൂൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു കഴിവും അദ്ദേഹത്തിനുണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികരുടെയും മറ്റുള്ളവരുടെയും അനേകം ഗാനരചനകൾക്ക് സംഗീതം കൊടുത്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പറയുന്ന വിഷയം അല്ലെങ്കിൽ നയിക്കുന്ന ആരാധനയുടെ ശൈലി ഏതാണോ, വിഷയം ഏതാണോ, അതിനനുസരിച്ച് ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അധരത്തിൽ ആ വിഷയത്തിന് ചേർന്നതായിട്ടുള്ള ശൈലി വരും. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ശുശ്രൂഷയിൽ ആവശ്യമായ രീതിയിൽ എടുത്ത് ഉപയോഗിക്കുന്നൊരു കൃപ, എടുത്ത് ഉപയോഗിക്കുന്നൊരു കൃപ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടും ദൈവം നൽകിയിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിലൂടെ ഈ ശുശ്രൂഷ വഴി ലഭിച്ചതായ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കെല്ലാം കർത്താവിനോട് നന്ദി പറയാം. ഫ്രാൻസിസിൻ്റെ ഭാര്യയോടും മക്കളോടും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള അപേക്ഷ, നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ഓർത്ത് വിഷമിക്കരുത്, നൊമ്പരപ്പെടരുത്. ശരിയാണ്, ഇനി അപ്പനില്ലല്ലോ, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കുകയല്ലോ എന്നോർക്കുമ്പോൾ മാനസികമായിട്ടുള്ള രീതിയിൽ ഒരു ദുഃഖവും നൊമ്പരവും ഉണ്ടെങ്കിലും ഈശോയുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകൻ എന്ന രീതിയിൽ നിങ്ങൾ ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്. യേശുവിൽ ആനന്ദിക്കണം, യേശുവിൽ സ്തുതിക്കണം. കാരണം ഡാഡി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഡാഡിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിനേക്കാളെല്ലാം അധികമായിട്ട് ഇനിയുള്ള നാളുകളിൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുന്ന ആ ഡാഡിയിലൂടെ നിങ്ങളുടെ ഇനിയുള്ള നാളുകളിലെ ജീവിതത്തിൽ ദൈവം തരും. ഈ ഉറപ്പ് തൻ്റെ ഗാന ശുശ്രൂഷയിലൂടെ, വചന ശുശ്രൂഷയുടെ അനേകായിരങ്ങൾക്ക് കൊടുത്ത ഒരു അപ്പൻ്റെ മക്കളാണ് നിങ്ങൾ. അതിനാൽ ഈശോ പറയുന്നത് പോലെ മരണം അത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു നഷ്ടമല്ല. അത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുന്ന ആ ആനന്ദത്തിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ്. അവിടെയുള്ള തുടർന്നുള്ള നാളുകളിൽ യേശുവിനോടൊപ്പം ആയിരിക്കലാണ്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനരുത്ഥാനവും ജീവനും ഞാനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് അവൻ ഒരിക്കലും മരിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ അവൻ ഒരിക്കലും മരിക്കുന്നില്ല. ഈ ഫ്രാൻസിസ് എന്നും ഈശോയോടൊപ്പം ആയിരുന്നു. ആ ഈശോയോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുമ്പോൾ ആ ആനന്ദം ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം തുടർന്നുള്ള നാളുകളിൽ ഒരു സന്തോഷത്തിൻ്റെ, ഒരു അനുഗ്രഹത്തിൻ്റെ നാളുകളായി ഫ്രാൻസിസിലൂടെ ദൈവം മാറ്റും. ഫ്രാൻസിസിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ചേർന്നുള്ള ശുശ്രൂഷ എല്ലാവരുടെയും മനസ്സിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഈശോ ആശ്വാസമാക്കി അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി തുടർന്നുള്ള നാളുകളിലും നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.